ആകാശത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ചു നിൽക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ മനഃശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായിട്ടുള്ള നിരവധി പ്രതിഭാസങ്ങളുടെ ഒരു കൂട്ടമാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അല്ലെങ്കിൽ മനഃശാസ്ത്രം. ആ മനഃശാസ്ത്രത്തിൽ നിത്യജീവിതത്തിൽ നാം നിരന്തരം ഉപയോഗിക്കുന്ന ചില സംഭവ വികാസങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു പേര് നൽകി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് പറയും. ഈ സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന 24 ക്രിയാതന്ത്രങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് എങ്ങനെ ഉണ്ടാകുന്നു, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരാൾ സമായോജന ക്രിയാതന്ത്രങ്ങൾ പ്രകടിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആധികാരികമായി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യമേ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പദം സമായോജനം എന്നാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് സമായോജനം. ഇവിടെ ഇംഗ്ലീഷിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. യു ജസ്റ്റ് ലുക്ക് അറ്റ് ദാറ്റ് ക്യാപ്ഷൻ, ലൈഫ് ഈസ് ഫുൾ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. അഡ്ജസ്റ്റ് ചെയ്യാത്ത ഒരു മനുഷ്യൻ ഉണ്ടോ? അവന് പ്രകൃതിയിലെ തണുപ്പ് ഇഷ്ടമല്ലെങ്കിൽ അവൻ തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ചൂടിഷ്ടമല്ലെങ്കിൽ ചൂട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ ഇഷ്ടമല്ല എങ്കിൽ കൂടിയും അവനത് സഹകരിച്ച് സമായോജനം നടത്തിയേ പറ്റൂ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഞാൻ എന്താണ് എന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സാധാരണ പെൺകുട്ടികൾ ഏറ്റവും അധികം അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നത് അവരുടെ വിവാഹം കഴിഞ്ഞ് ഭർതൃഗൃഹത്തിലേക്ക് പോയി തുടങ്ങുന്ന നാൾ മുതലാണ്. അപ്പോൾ കൂടുതലും പെൺകുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വിശദീകരണത്തിലേക്ക് ഈ പദവുമായി പോകേണ്ടതില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. അപ്പോൾ സമായോജനം, ജീവിതം തന്നെ പൂർണ്ണമായ ഒരു സമായോജനമാണ്. ലൈഫ് ഈസ് ഫുൾ ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി എന്താണ് സമായോജനം എന്ന ക്യാപ്ഷൻ്റെ മീനിങ് മനസ്സിലാക്കാൻ. തൻ്റെ ചുറ്റുപാടുകളുമായോ ഭൗതിക സവിശേഷതകളുടെ ആവശ്യങ്ങളുമായോ സ്വരച്ചേർച്ചയിൽ വർദ്ധിക്കാനുള്ള കഴിവിനെ സമായോജനം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് പറയുന്നത്? താൻ ജനിച്ചു വളരുന്ന ചുറ്റുപാടുകൾ, അവിടെ ഉണ്ടാകുന്ന ഭൗതികമായ സാഹചര്യങ്ങൾ, അവനിൽ ഉണ്ടാകുന്ന മാനസികമായ പ്രശ്നങ്ങൾ, അവനിൽ ഉണ്ടാകുന്ന മാനസിക വ്യവഹാരങ്ങൾ, ഇതെല്ലാമായും ഒരു വ്യക്തിക്ക് സഹകരിച്ചു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആ കഴിവിനെയാണ് സമായോജനം എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ടാണ് ഞാനും നിങ്ങളുമെല്ലാം ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അടുത്ത കണ്ടന്റിലേക്ക് പോവുകയാണ്. ഈ സമായോജനം എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രക്രിയയാണ്. ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ സമയങ്ങളിലും മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അത്ഭുത ജീവി ഈ ഭൂമുഖത്ത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നു, സമായോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നല്ല രീതിയിൽ സമായോജനം ചെയ്യാൻ കഴിഞ്ഞാൽ അവന് എന്ത് ചെയ്യാൻ കഴിയും? മികച്ച ഒരു വ്യക്തിത്വമാകാൻ കഴിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചുറ്റും നല്ലത് മാത്രമല്ല മോശം സാഹചര്യങ്ങളും ഉണ്ടാകും, നല്ല കാലാവസ്ഥ മാത്രമല്ല മോശം കാലാവസ്ഥകൾ ഉണ്ടാകും. നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമായി ഒരാൾ പൊരുത്തപ്പെട്ടു പോകുന്നു എന്നാൽ അതിനർത്ഥം അയാൾ മികച്ച ഒരു വ്യക്തിത്വം എന്നാണ്. നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിൽ ഞാൻ തന്നെ യൂട്യൂബിൽ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരു വ്യക്തിക്ക് ഏറ്റവും ആത്യന്തികമായി വേണ്ടത് വൈകാരിക ബുദ്ധി എന്നൊരു കോൺസെപ്റ്റാണ്. വൈകാരിക ബുദ്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ആത്മമായ വസ്തുതകളെക്കുറിച്ച് താൻ ബോധവാനാവുകയും മറ്റുള്ളവരെ മനസ്സിലാക്കുകയും മറ്റുള്ളവരുമായി മികച്ച ഒരു ഇടപെടലിലൂടെ നന്നായി വർദ്ധിക്കുവാനുമുള്ള കഴിവിനെയാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. നന്നായി സമായോജനം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് വൈകാരിക ബുദ്ധി ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല.
അതുകൊണ്ട് തന്നെയാണ് മികച്ച വ്യക്തിത്വം എന്നതിന് ഞാൻ ഒരൊറ്റ മീനിങ് കൊടുത്തത്. അത് വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകൾ. എന്തിനാണ് ഞാൻ വൈകാരിക ബുദ്ധികളുടെ സവിശേഷതകൾ എന്നുള്ള സാധനം ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റൊരു മറു ഉത്തരമുണ്ട്. അത് ഒരു ചോദ്യം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ച ചോദ്യം ഡിസ്കസ് ചെയ്യാൻ കൂടിയാണ്. ചോദ്യം ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. എന്താണ് ചോദ്യം? സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവം അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അതായത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത അല്ലെങ്കിൽ മികച്ച വ്യക്തിത്വമുള്ള ആൾക്കാരുടെ വ്യക്തിത്വങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ വൈകാരിക ബുദ്ധി എന്ന് എഴുതിയതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകും. എന്താണ് ഓപ്ഷൻ എ പറയുന്നത്? അവർക്ക് അവരുടെ കഴിവും കഴിവുകേടുകളും തിരിച്ചറിയാനാകും. ശരിയാണ്. നല്ല സമായോജനമുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ കഴിവും കഴിവുകേടുകളും തിരിച്ചറിയാനാകും. എങ്കിലല്ലേ മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾക്ക് അനുസൃതമായി ഇദ്ദേഹത്തിന് പെരുമാറാനും കഴിയുകയുള്ളൂ. രണ്ടാമത്തത് അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും. അപര്യാപ്തമായ ആഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പര്യാപ്തമല്ലാത്ത ആഗ്രഹങ്ങൾ. അങ്ങനെ ഒരു ആഗ്രഹം മികച്ച വ്യക്തിത്വത്തിനുണ്ടാകുമോ? അയാൾ എന്തിനേയും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, എന്ത് സാഹചര്യത്തെയും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അയാൾക്ക് ഒരു ദിവസം ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാദാ ചോറ് മാത്രമേ കിട്ടിയുള്ളെങ്കിൽ അയാൾ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. അത് അപര്യാപ്തമായ ആഗ്രഹങ്ങളുടെ പുറകെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം. അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇതൊരു മികച്ച വ്യക്തിത്വത്തിന്റെ ഒരു കോൺസെപ്റ്റ് അല്ല എന്ന് വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇനി സി എന്ന ഓപ്ഷൻ നോക്കെ, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. അതായത് ഒരാൾക്ക് അദ്ദേഹത്തിന് നല്ല അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ, സമൂഹവുമായി നല്ല അഡ്ജസ്റ്റ്മെന്റിൽ വർത്തിക്കണമെങ്കിൽ അയാൾക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും ഉണ്ടായിരിക്കണം. അതായത് കയറി കിടക്കാൻ ഒരു വീടും അതുപോലെ തന്നെ കഴിക്കാൻ ആഹാരവും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വസ്ത്രവും ഉണ്ടായിരിക്കണം. സ്വാഭാവികമായും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റിയ വ്യക്തിയായിരിക്കും സമായോജനത്തിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡി നോക്കെ, വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ മനോഭാവം ഉണ്ടാകാറില്ല. അയാൾ അങ്ങനെ ചെയ്യാറില്ല. മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വിമർശനാത്മകമായി അയാളോട് സംസാരിക്കാനോ വിമർശനം കൊണ്ട് അയാളെ മൂടാനോ അയാൾ ശ്രമിക്കാറില്ല. അപ്പൊ സ്വാഭാവികമായും എയും സിയും ഡിയും സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവം ആണ്. അല്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ ബി ആണ്, അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വൈകാരിക ബുദ്ധി എന്ന കോൺസെപ്റ്റിൽ ഒരു വ്യക്തിയിൽ വൈകാരിക ബുദ്ധി ഉണ്ടാകണമെങ്കിൽ 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഡാനിയൽ ഗോൾമാൻ പറഞ്ഞില്ലേ? ആ 5 ഘടകങ്ങളുള്ള വ്യക്തി മികച്ച വ്യക്തിയായിരിക്കും എന്നുകൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് സമായോജനത്തിലെ മികച്ച വ്യക്തിത്വത്തിന് ഞാൻ വൈകാരിക ബുദ്ധി എന്ന പദം കൊടുത്തത്. ഈ ചോദ്യം അതിലൂടെ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് നോക്കാം. അപ്പോൾ തന്റെ ഭൗതിക സാഹചര്യങ്ങളുമായും അതുപോലെ തന്നെ തന്റെ പരിസ്ഥിതിയുമായും സഹവർത്തിത്വത്തിൽ പോകാനുള്ള കഴിവാണ് എന്തെന്ന് പറയുന്നത് സമായോജനം എന്ന് പറഞ്ഞാൽ. എന്നാൽ അങ്ങനെ വർത്തിക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ, അതായത് തന്റെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരുമ്പോൾ, തന്റെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരുമ്പോൾ അത്തരം വ്യക്തിത്വത്തെ നമ്മൾ പറയുന്നത് അപസമായോജനം എന്നാണ്. അപസമായോജനം എന്നാണ്. എന്താ മക്കളെ? തന്റെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയെ അപസമായോജനം എന്ന് പറയാം. എന്തെന്ന് പറയാം? അപസമായോജനം എന്ന് പറയാം. എന്തെന്ന് പറയാം? അപസമായോജനം. ഇനി ഈ അപസമായോജനത്തിന്റെ ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് മാൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ തന്റെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമെങ്കിൽ അത് സമായോജനവും, പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതിരിക്കുകയാണെങ്കിൽ അത് അപസമായോജനവുമാണ്. ഇനി അപസമായോജനത്തിന്റെ സാഹചര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഒന്നാമത്തതാണ് ദുരനുഭവം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ലിസി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും 50,000 രൂപ ഞാൻ കടം വാങ്ങിച്ചു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, വളരെ അടുപ്പമുള്ള നല്ല സൗഹൃദത്തിലിരുന്നവരായിരുന്നു. സ്വാഭാവികമായും ഞാൻ ലിസിയുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്തു? ലിസിയുടെ കയ്യിൽ നിന്നും 50,000 രൂപ കടം വാങ്ങിച്ചു. 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു.
പക്ഷെ 10 അല്ല, 20 അല്ല, 40 അല്ല, 100 അല്ല, 2 വർഷം കഴിഞ്ഞിട്ടും ഞാൻ ലിസിക്ക് ആ പൈസ കൊടുത്തില്ല എങ്കിൽ ലിസിയുടെ ജീവിതത്തിൽ തന്റെ ആത്മമിത്രത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവമാണത്. സ്വാഭാവികമായും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ പുതിയ സൗഹൃദങ്ങൾക്ക് കാശ് കടം കൊടുക്കാനോ ഒരിക്കലും ലിസി എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കുകയുമില്ല, അതുമായി പൊരുത്തപ്പെടുത്തതുമില്ല. അപ്പോൾ ദുരനുഭവം എന്ന് പറയുന്നത് അപസമായോജനത്തിലുള്ള ഒരു സാഹചര്യമാണ്. രണ്ടാമത്തതാണ് ശാരീരിക ക്ഷമതയിലുള്ള കുറവ് അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിന്റെ ശക്തിക്ഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും ശാരീരികമായി നല്ല ആരോഗ്യമില്ലാത്ത അല്ലെങ്കിൽ മികവ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ആരെങ്കിലും എന്തിനെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടാം, അവർ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ശാരീരിക ക്ഷമതയിലുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിലും വൈകല്യമുള്ളവരും സ്വാഭാവികമായും ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ദേഷ്യപ്പെടും. അപ്പോൾ ശാരീരിക ക്ഷമതയിലുള്ള കുറവ്, നാഡീവ്യൂഹത്തിന്റെ ശക്തിക്ഷയം, ഇത് സ്വാഭാവികമായിട്ടും അപസമായോജനത്തിന്റെ ഒരു സാഹചര്യമാണ്. ഇനി മൂന്നാമത്തതാണ് താഴ്ന്ന അഹംബോധം എന്ന് പറയുന്നത്. ചില സിനിമകളിൽ കണ്ടിട്ടില്ലേ, തന്നെ ഭർത്താവുമായി പുറത്തേക്ക് പോകാൻ ചില ഭാര്യമാർ എന്ത് ചെയ്യുന്നില്ല, അവർ സമ്മതിക്കുന്നില്ല. കാരണം എൻ്റെ ഭർത്താവിനേക്കാൾ ക്വാളിറ്റി ഉള്ളതോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോടൊപ്പം നടക്കാനുള്ള ക്വാളിറ്റിയോ എനിക്കില്ല എന്നുള്ള തോന്നലുകൾ ആ സിനിമകളിലൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ താഴ്ന്ന അഹംബോധം, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന ഒരു തോന്നൽ, എൻ്റെ ഉള്ളിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നൽ, താഴ്ന്ന അഹംബോധം, അത് സമായോജനത്തിന്റെ അല്ല അപസമായോജനത്തിന് സാഹചര്യമാണ്. ഇനി മറ്റൊന്നാണ് മക്കളെ മോഹഭംഗം അഥവാ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ UPSC എന്ന തസ്തികയിലേക്ക് നിങ്ങൾ പരീക്ഷ എഴുതുന്നു, അല്ലെങ്കിൽ LPSC എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾ പരീക്ഷ എഴുതുന്നു. LPSC ആയാലും UPSC ആയാലും ഒരുപാട് ആഗ്രഹിച്ച് രാവുകളെ പകലുകളാക്കിയാണ് നിങ്ങൾ പഠിച്ചത്. എന്നാൽ ഇത് നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ, നിങ്ങൾ ആഗ്രഹിച്ചതിനെ കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാതെ വരുമ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റിന് ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഈർഷ്യ ഉണ്ടാകും, ദേഷ്യമുണ്ടാകും. സ്വാഭാവികമായും അതിന് പറയുന്ന പേര് മോഹഭംഗം, ഫ്രസ്ട്രേഷൻ എന്നാണ്. ഫ്രസ്ട്രേഷൻ, നിങ്ങളൊന്ന് നോക്കിയേ, ഒരു കുട്ടിയുടെ മുമ്പിൽ നമ്മളൊരു മുട്ടായി കാണിച്ചിട്ട് ആ കുട്ടിക്ക് അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് നീട്ടി ആ കുട്ടി കൈ വെച്ചപ്പോൾ നമ്മൾ അത് വായിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ദേഷ്യം വരത്തില്ലേ? അപ്പോൾ ഫ്രസ്ട്രേഷൻ എന്നുള്ളതാണ്. ഇനി മറ്റൊന്നാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കണ്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. എന്താണ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരേ സമയം വിരുദ്ധങ്ങളായ 2 ആഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, അഥവാ സംഘർഷം എന്ന് പറയുന്നത്. ഈ മാനസിക സംഘർഷം പ്രധാനമായും 4 തരത്തിലുണ്ട്. പക്ഷേ LPSC UPSC ഉദ്യോഗാർത്ഥികൾക്ക് അത് 3 എണ്ണം തൽക്കാലം പഠിച്ചാൽ മതി എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തതാണ് ആകർഷണ സംഘർഷം, അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആകർഷണ സംഘർഷം എന്ന് പറയുന്നു. ഇവിടെ നോക്കുക, ശാലിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആണ് ഇവിടെ കഥാപാത്രമായിട്ട് ഞാൻ എടുക്കുന്നത്. ശാലിനിക്ക് 2 വിവാഹാലോചനകൾ വരുന്നു, ഒന്നും Xും മറ്റൊന്ന് Yയുമാണ്. ശാലിനിക്ക് 2 വിവാഹാലോചന വരുന്നു, ഒന്ന് Xും 2 Yയുമാണ്. ഈ Xും കൊള്ളാം, Yയും കൊള്ളാം. ഒരേ സാമ്പത്തിക സ്ഥിതിയിലുള്ളവർ, ഒരേ സൗന്ദര്യമുള്ളവർ, ഒരേ ജോലിയുള്ളവർ, ഒരേ നല്ല കുടുംബത്തിൽപ്പെട്ടവർ, ഇവർ 2 പേരും അടിപൊളിയായിട്ട് ശാലിനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ ശാലിനിക്കുണ്ടാകുന്ന സംഘർഷമാണ് അപ്രോച്ച് കോൺഫ്ലിക്റ്റ്, ആകർഷണ സംഘർഷം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, എന്താണ് ആകർഷണ സംഘർഷം, അപ്രോച്ച് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്? തുല്യ പ്രാധാന്യമുള്ള 2 സാധ്യതകൾ ഉണ്ടായിരിക്കുകയും അതിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാൻ വ്യക്തി നിർബന്ധിതനാകുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷമാണ് എന്തെന്ന് പറയുന്നത് ആകർഷണ സംഘർഷം എന്ന് പറയുന്നത്. എന്നാൽ ഇനി നമുക്ക് രണ്ടാമത്തേതിലേക്കൊന്ന് പോകാം. എന്താ ആകർഷണ വികർഷണ സംഘർഷം എന്ന് പറയുന്നത്? ഇവിടെ നോക്കുക, എന്താണ് ആകർഷണ വികർഷണം? ഇവിടെ ശാലിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് വന്ന പ്രപ്പോസൽ, അതായത് സുഭാഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്ന് സങ്കല്പിക്കുക. സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആലോചന വന്നു. എല്ലാം കൊണ്ട് ഒരു കുഴപ്പവുമില്ല, കിടിലം ചെറുക്കനാണ്. പക്ഷേ കൊല്ലത്തുള്ള ശാലിനിക്ക് വിവാഹം ആലോചിച്ച് വന്ന സുഭാഷിന്റെ സ്ഥലം കാസർഗോഡാണ്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും ദൂരം സഞ്ചരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ഘടകമായി നിൽക്കുന്നു. അപ്പോൾ
കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടായപ്പോൾ എന്നാൽ അതിനെ വേണ്ട എന്ന് വെക്കാനുള്ള ചില കാര്യങ്ങളും കൂടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷമാണ് ആകർഷണ വികർഷണ സംഘർഷം എന്ന് പറയുന്നത്. ആകർഷണ വികർഷണ സംഘർഷം എന്ന് പറയുന്നത് വ്യക്തിക്ക് തിരഞ്ഞെടുക്കേണ്ട വസ്തുവിൽ ഒരേ സമയം ആകർഷണം തോന്നുന്നതും വികർഷണം ഉണ്ടാക്കുന്നതുമായ ഘടകങ്ങൾ വന്നാൽ അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള സംഘർഷം വരാം. ഇതാണ് ആകർഷണ വികർഷണ സംഘർഷം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഇനി മൂന്നാമത്തതാണ് വികർഷണ വികർഷണ സംഘർഷം എന്ന് പറയുന്നത്. ഇവിടെ ശാലിനി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് രണ്ട് ആലോചന വരുന്നു. ഒന്ന് എ ആണ്, രണ്ട് ബി ആണെന്ന് സങ്കല്പിക്കുക. എയും ബിയും ഇഷ്ടമേ അല്ല, രണ്ടുപേരെയും ശാലിനിക്ക് ഇഷ്ടമല്ല, ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രണ്ടുപേർ. പക്ഷേ പേരൻസ് പറയുന്നു ഇതിലൊന്ന് നീ എടുത്തേ പറ്റൂ. അത്തരം ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന സംഘർഷമാണ് വികർഷണ വികർഷണ സംഘർഷം, അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. വ്യക്തിക്ക് താല്പര്യമില്ലാത്ത രണ്ട് സാഹചര്യത്തിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷമാണിത്. അനാകർഷകമായ രണ്ട് സാധ്യതകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി സ്വീകരിച്ചേ മതിയാകൂ. ഇത്തരം സാഹചര്യത്തിൽ ഉടലെടുക്കുന്ന സംഘർഷമാണ് വികർഷണ വികർഷണ സംഘർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മോഹഭംഗം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ സംഘർഷം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ ദുരനുഭവം ഉണ്ടാകുമ്പോൾ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വ്യക്തി ചില ബുദ്ധിപരമായ കാര്യങ്ങൾ, ചില തന്ത്രങ്ങൾ ഇതിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ, സമാധാനിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അവയെ നമ്മൾ പറയുന്ന പേരാണ് സമായോജന ക്രിയാതന്ത്രങ്ങൾ. സമായോജന ക്രിയാതന്ത്രങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയും. സമായോജന ക്രിയാതന്ത്രങ്ങൾ അഥവാ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയും. എന്താണ്? മോഹഭംഗങ്ങളിൽ നിന്നോ മാനസിക സംഘർഷങ്ങളിൽ നിന്നോ രക്ഷ നേടാൻ വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളാണ് എന്തെന്ന് പറയുന്നത് സമായോജന ക്രിയാതന്ത്രങ്ങൾ. ഇതിന് തുടക്കം കുറിച്ച വ്യക്തി സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ സമായോജന ക്രിയാതന്ത്രങ്ങൾ ആദ്യമായി വിവരിച്ചത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. അന്ന ഫ്രോയിഡ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒരുപാട് ഈ ഒരു കോൺസെപ്റ്റിൽ പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. പിൽക്കാലത്ത് പല മനഃശാസ്ത്രജ്ഞരും സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈ ഒരു സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന കോൺസെപ്റ്റിന് പല വിശദീകരണങ്ങളും പല മാനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതാണ് സമായോജന ക്രിയാതന്ത്രങ്ങൾ. ഏകദേശം 24 സമായോജന ക്രിയാതന്ത്രങ്ങൾ നമുക്ക് LP-UP എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടതുണ്ട്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.